ഒരു കാലത്ത് നടന്ന കാര്യമാണ്. ഒരു രാജ്യത്ത് മംഗ്രു എന്നു പേരുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അയാൾ വലിയൊരു പലിശക്കാരനായിരുന്നു. അവൻ പണം കൊണ്ട് ഒരുപാട് ധനികനായിരുന്നു. അത്രത്തോളം വളരെ മോശക്കാരനുമായിരുന്നു. അവൻ എത്രത്തോളം പണം കൊടുക്കുന്നുവോ അതിൽ ഒരുപാട് പലിശ വാങ്ങുമായിരുന്നു. അങ്ങനെ ദരിദ്രരുടെ പണവും അവരുടെ സ്ഥലങ്ങളും കൈവശം വെച്ചിരുന്നു. ഇന്ന് മംഗ്രുവിന്റെ അടുത്തേക്ക് ഹിമാൻഷു കുറച്ച് പണത്തിന്റെ ആവശ്യത്തിനായി ചെന്നു. മംഗ്രു ചേട്ടാ, എനിക്ക് പണം കുറച്ച് കടനായിട്ട് വേണം. അത് പിന്നെ എന്റെ അനിയത്തിന്റെ കല്യാണമാകാൻ പോവാണ്. എനിക്ക് 50% വട്ടി വേണം. പിന്നെ നിന്റെ വീടും പിന്നെ സ്ഥലം എനിക്ക് അടമാനം വെക്കണം. 50%? അത്രയും വട്ടി എനിക്ക് എങ്ങനെ തരാനാ? ഇത് വളരെ കൂടുതലാണല്ലോ. നിങ്ങൾ വട്ടി കുറച്ചുകൂടെ? ഇല്ല, പണം വേണമെങ്കിൽ വട്ടിയും കൂടും. പിന്നെ സ്ഥലവും നീ അടമാനം വെക്കണം. ഇല്ലെങ്കിൽ പോയിക്കോ. നിന്റെ അടുത്ത് സംസാരിക്കാൻ എനിക്ക് നേരമില്ല. ഹിമാൻഷു നിരാശനായി അവിടെ നിന്നും പുറത്തേക്ക് പോയി. നേരെ പോയത് മന്ത്രി വിഭൂഷന്റെ സമീപത്തേക്കാണ്. മന്ത്രി വിഭൂഷൺ വളരെ ഉദാര മനസ്കനായിരുന്നു. ഹിമാൻഷു മന്ത്രിയുടെ അടുത്തേക്ക് സഹായത്തിനായി അദ്ദേഹത്തിന്റെ വീട്ടിലേക്കാണ് പോയത്. നമസ്കാരം മന്ത്രി. നമസ്കാരം. വല്ലാതെ വിഷമത്തോടെ നിൽക്കുന്നുണ്ടല്ലോ. പറയൂ, എന്താണ് കാര്യം? മന്ത്രി ചേട്ടാ, എനിക്ക് വല്ലാതെ കഷ്ടമുള്ള നേരമാണ്. അടുത്ത മാസം എന്റെ അനിയത്തിയുടെ കല്യാണമാണ്. പക്ഷെ കല്യാണത്തിന് വേണ്ടി ഞാൻ കാശ് ചേർത്തിട്ട് വെച്ചിട്ടില്ല. പലിശക്കാരൻ്റെ അടുത്ത് പോയപ്പോൾ അയാൾ 50% പലിശയാണ് ചോദിക്കുന്നത്. പിന്നെ സ്ഥലവും വീടാണ് അടവ് വയ്ക്കാൻ പറഞ്ഞത്. 50%? ഇത് വല്ലാത്തൊരു പകൽ കൊള്ളയാണല്ലോ. നീ ഒന്നും വിഷമിക്കണ്ട. ഞാൻ മഹാരാജാവിൻ്റെ അടുത്ത് പറഞ്ഞ് നാളെ രാവിലെ തന്നെ നിന്റെ വീട്ടിൽ പണം വന്ന് എത്തിച്ചേരും. അത് നീ തിരിച്ചു കൊടുക്കാനുള്ള ഒരു ആവശ്യവും ഉണ്ടാവില്ല. നിങ്ങൾക്ക് നന്ദിയുണ്ട്, വളരെ വളരെ നന്ദിയുണ്ട്. ഇപ്പൊ പോയിക്കോ. ഇപ്പൊ പോയിട്ട് വളരെ സന്തോഷത്തോടെ ഏർപ്പാട് ചെയ്യൂ. ഹിമാൻഷു സന്തോഷവാനായി അവിടെ നിന്ന് തിരിച്ചുപോയി. വിഭൂഷൺ വളരെ നല്ല ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് മംഗ്രുവിനെ പോലുള്ള ആളുകളെ ഒട്ടും ഇഷ്ടമായിരുന്നില്ല. വിഭൂഷന്റെ മനസ്സിൽ വളരെ വലിയ ഒരു ചിന്ത വന്നുകൂടി. എന്നിട്ട് അദ്ദേഹം മന്ദഹസിക്കാൻ തുടങ്ങി. വിഭൂഷൺ നേരെ മംഗ്രുവിന്റെ വീട്ടിലേക്ക് പോയി. വരൂ മന്ത്രി, വരൂ. എന്താണ് ഈ ഭാഗത്ത് വന്നിരിക്കുന്നത്? ഇവിടെ നോക്ക് പലിശക്കാരരെ, എനിക്ക് 2 പാത്രം വേണം. അതായത് ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ഒരു വിരുന്ന് വെച്ചിട്ടുണ്ട്. അതിൽ ചില പാത്രങ്ങൾ കുറഞ്ഞു പോയിട്ടുണ്ട്. ശരി, അതിന് എനിക്ക് 5 സ്വർണ്ണ നാണയങ്ങൾ വേണം. ഞാൻ വാടക അല്ലാതെ ഒരു സാധനം ഇങ്ങനെ വെറുതെ തരില്ല. ഒരു പക്ഷേ ആ പാത്രങ്ങൾ 2 ദിവസം തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ അതിന്റെ വാടക 2 മടങ്ങായിട്ട് മാറിപ്പോവും. പിന്നെ 2 ദിവസം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ പറയുന്ന പോലെ തന്നെ ചെയ്യാം. മംഗ്രുവിന്റെ സ്വാർത്ഥത കണ്ട് വിഭൂഷണ അത്ഭുതമായി. പക്ഷെ അദ്ദേഹം അവനോട് യാതൊന്നും പറഞ്ഞില്ല. പാത്രങ്ങളുടെ വാടക കൊടുത്തു. എന്നിട്ട് അവിടെ നിന്നും പോയി. 2 ദിവസം കടന്നുപോയി. വിഭൂഷൺ ആ പാത്രങ്ങൾ തിരിച്ചു കൊടുക്കാനായി വന്നു. അതിന്റെ കൂടെ ചെറിയ മറ്റ് 2 പാത്രങ്ങൾ കൂടി കൊണ്ടുവന്നിരുന്നു. എന്നിട്ട് ഇന്നലെ നിങ്ങൾ എനിക്ക് 2 പാത്രങ്ങൾ തന്നില്ലേ? ആ 2 പാത്രങ്ങൾ 2 കുട്ടി പാത്രങ്ങൾ കൂട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾ വെച്ചോളൂ. പാത്രങ്ങൾ കുട്ടിയിട്ടുന്നോ? അതെ, അതും 2 കുട്ടിയാണ്. അതെ, കണ്ടോളൂ. ആദ്യം മംഗ്രു ഒന്ന് സംശയിച്ചു. പിന്നീട് മന്ദഹസിച്ചുകൊണ്ട് ആ പാത്രങ്ങൾ കൈവശം വെച്ചു. ശരി, നിങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്. ശരി, ഇപ്പൊ ഞാൻ പുറപ്പെടുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് വിഭൂഷൺ അവിടെ നിന്നും ഇറങ്ങി. ഇങ്ങനൊരു മണ്ടൻ ഉണ്ടാവുമോ? ഇയാളെന്താ ഇയാളുടെ 2 ചെറിയ പാത്രങ്ങൾ എനിക്ക് തന്നിട്ട് പോയിന്ന്? പാത്രങ്ങൾ എവിടെയെങ്കിലും കുട്ടിയിടാറുണ്ടോ? മംഗ്രു ആലോചിച്ചു. അതായത് താൻ മന്ത്രിയെ മനഃപൂർവ്വമല്ലാതെ പറ്റിച്ചു. അവന് വളരെ സന്തോഷമായി. കുറച്ചു സമയം കടന്നുപോയി. ഈ കാര്യം മഹാരാജാവിന്റെ ചെവിയിലെത്തി. ഇതിന്റെ സത്യം മനസ്സിലാക്കാനായി മഹാരാജാവ് തന്റെ മന്ത്രിയെ രാജകൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. വിഭൂഷൺ, ഞാൻ എന്താ കേട്ടോണ്ടിരിക്കുന്നത്? ഈ പാത്രങ്ങൾ കുട്ടികൾ ഇടുന്നത് എന്ത് കാര്യമാണ്? ഞാൻ തന്നെ വളരെ ബുദ്ധിശാലുള്ള ആളാണല്ലോ വിചാരിച്ച്. ഇല്ല മഹാരാജാവേ, ഇപ്പൊ ഇതൊക്കെ വെറും തുടക്കം മാത്രമാണ്. ഇനി കളികളൊക്കെ ബാക്കിയുണ്ട്. അങ്ങനെയാണോ? എന്നാൽ നിന്റെ അടുത്ത ശ്രമം എന്താണെന്ന് എന്റെ അടുത്തും പറയൂ. അത് നിങ്ങൾ തന്നെ കാണാൻ പോവല്ലേ മഹാരാജാവേ? ഈ കാര്യം നിങ്ങൾ കേൾക്കുന്നതിനേക്കാളും കാണുന്നതാണ് വളരെ നല്ലത്. ശരി, നിന്റെ കളി കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ശരി, ആ പലിശക്കാരൻ അങ്ങനെ എന്താണ് ചെയ്തിരുന്നത്? ഞാൻ ചില ദിവസങ്ങൾ മുമ്പ് ഒരു പെണ്ണിന്റെ കല്യാണത്തിന് വേണ്ടി കാശ് വാങ്ങാൻ വന്നിരുന്നില്ലേ? അന്ന് ഞാൻ എന്താ കേട്ടെന്ന് വെച്ചാൽ ആ പലിശക്കാരൻ ജനങ്ങൾക്ക് അധിക പലിശ കൊടുത്തിട്ട് ബൾക്കളെ അവർ പറ്റിക്കുകയാണ്. അങ്ങനെയാണോ? അപ്പൊ ഇതാണോ കാര്യം? അതെ മഹാരാജാവേ, ഇപ്പൊ ഞാൻ ഉത്തരവ് വാങ്ങിക്കോളാം. അടുത്ത കളിയുടെ നേരെ നമ്മൾ തുടങ്ങാനായി. ശരി, പോയിക്കോ.
ഇപ്പൊ തന്നെ നീ വല്ലാതെ വൈകിട്ടുണ്ട്. ശരി മഹാരാജാവേ. ഇത് കേട്ടുകൊണ്ട് വിഭൂഷൺ നേരെ മംഗ്രുവിന്റെ വീട്ടിലേക്ക് പാത്രങ്ങൾ വാങ്ങാനായി പോയി. നമസ്കാരം പലിശക്കാരരെ. ഈ പ്രാവശ്യം ഞാൻ വലിയ പാത്രങ്ങൾ വാങ്ങാൻ വന്നതാണ്. ഈ പ്രാവശ്യം ഞാൻ വലിയ വിരുന്ന് വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ കുറെ ഏർപ്പാട് ചെയ്യാനുണ്ട്. എന്റെ പൊന്നോ, നിങ്ങൾക്ക് പാത്രങ്ങൾ വേണോ? നിങ്ങൾക്ക് പാത്രങ്ങൾ തരുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഷെടാ, ഈ കാലത്തിൽ ഇത്രയും നേർമയുള്ള ആൾക്കാർ നിങ്ങളെ പോലെ വേറെ ആരുണ്ട്? നിങ്ങൾ എന്റെ പാത്രങ്ങളുടെ കുട്ടികളും തിരിച്ചു തന്ന ആളല്ലേ? കാരണം മറ്റുള്ള ആൾക്കാരൊക്കെ ഈ പാത്രങ്ങളുടെ കുട്ടികൾ തരാനേ പോകുന്നില്ലല്ലോ. ശരി, ഒരു കുഴപ്പമില്ല. സത്യത്തിലാണ് സന്തോഷമുള്ളത്. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് മന്ത്രി. നിങ്ങൾ ഈ പാത്രങ്ങൾ എടുത്തിട്ട് പോയിക്കോളൂ. കാരണം ഇതും കുട്ടിയിടാൻ പോവുകയാണ്. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് നിങ്ങൾ ഈ 2 പാത്രങ്ങൾ തിരിച്ചെടുത്തിട്ട് വരുമ്പോൾ ഇതിന്റെ കുട്ടികളും ഇതിന്റെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്ത് സത്യമാണോ? ഇത് വളരെ സന്തോഷമുള്ള കാര്യമാണല്ലോ. ഞാൻ തീർച്ചയായിട്ടും 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് തിരിച്ചു തന്നേക്കും. പിന്നെ ഇതിനെ ഞാൻ വളരെ ശ്രദ്ധയോടെ നോക്കും. ശരി, ഇപ്പൊ ഞാൻ പോവുകയാണേ. വലിയ പാത്രങ്ങൾ എടുത്ത് വിഭൂഷൺ കാളവണ്ടിയിലേക്ക് വെക്കുന്ന സമയത്ത് മംഗ്രു ഉറക്കെ വിളിച്ചു പറഞ്ഞു, ആ മന്ത്രി, ഇതിന് മൊത്തം 20 സ്വർണ്ണ നാണയങ്ങളായിട്ടുണ്ട്. അതൊന്ന് കൊടുത്തിട്ട് പോയേക്ക്. ക്ഷമിക്കണം പലിശക്കാരരെ, ഞാൻ ശ്രദ്ധിച്ചും പോലില്ല. ഇതാ പിടിച്ചോളൂ. വിഭൂഷൺ 10 സ്വർണ്ണ നാണയങ്ങൾ നൽകി. എന്നിട്ട് വലിയ പാത്രങ്ങളും എടുത്ത് അവിടെ നിന്നും പുറപ്പെട്ടു. മംഗ്രു സ്വയം പറഞ്ഞു, ഇത്രയും വലിയ മണ്ടനരുണ്ടല്ലോ. ഈ പാത്രം കുട്ടിയിടാൻ പോവാന്ന് പറഞ്ഞിട്ട് ഈ മണ്ടൻ വിശ്വസിച്ചല്ലോ. എനിക്ക് എന്റെ പാത്രവും പിന്നെ ഈ സ്വർണ്ണ നാണയങ്ങൾ കിട്ടിയാലും മതി. മംഗ്രു വളരെ ഉച്ചത്തിൽ അട്ടഹസിക്കാൻ തുടങ്ങി. പക്ഷെ അയാൾക്കറിയില്ലായിരുന്നു താൻ വിരിച്ച വലയിൽ താൻ തന്നെ വീഴുമെന്ന്. 2 ദിവസം കടന്നുപോയി. മംഗ്രു ആണെങ്കിലോ തന്റെ വീട്ടിലിരുന്ന് ആർക്കോ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഈ മന്ത്രി എന്താ ഇന്നും വരാത്തത്? ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ വളരെ നന്നായിട്ടുണ്ടാവുമല്ലോ. ഒരു പക്ഷെ വന്നിട്ടില്ലെങ്കിൽ എന്താ, വാടകയ്ക്കുള്ള കാശ് എനിക്ക് വരാനല്ലേ പോകുന്നത്. കാത്തിരുന്ന് ഒരാഴ്ച കടന്നുപോയി. പക്ഷെ വിഭൂഷൺ പാത്രങ്ങൾ തിരികെ കൊടുക്കാൻ വന്നതേയില്ല. മംഗ്രുവിന് തന്റെ ക്ഷമ കിട്ടു. അയാൾ വിഭൂഷന്റെ വീട്ടിലേക്ക് എത്തി. ഓ, നിങ്ങൾ വന്നു കഴിഞ്ഞോ? ഇവിടെ നോക്കൂ മന്ത്രി, നിങ്ങൾ എന്താ എന്റെ പാത്രം എന്നെ തിരിച്ചു തരാത്തത്? എന്റെ പാത്രങ്ങളും പിന്നെ അതിന്റെ കുട്ടികളൊക്കെ എവിടെയാണ്? ഞാൻ നിങ്ങളുടെ അടുത്ത് അതിനെപ്പറ്റി സംസാരിക്കാനാണ് വന്നത്. എന്റെ അടുത്ത് വല്ലാതെ ശോകമായ ഒരു വാർത്തയുണ്ട്. എന്താണ് ആ ശോകമായ വാർത്ത? നിങ്ങളുടെ എല്ലാ പാത്രങ്ങളും അത് കുട്ടി ജനിക്കുമ്പോൾ തന്നെ അത് മരിച്ചുപോയി. ഇപ്പൊ എനിക്ക് അതിനെ തിരിച്ചു തരാൻ പറ്റില്ല. വിഭൂഷൺ വളരെ സങ്കടത്തോടെ പറഞ്ഞു. പക്ഷേ മംഗ്രുവിന്റെ കോപം അതിന് കടന്നുപോയി. നിങ്ങൾ എന്താ പിച്ചിപ്പയും പറയുന്നത്? പാത്രങ്ങൾ എവിടെയെങ്കിലും കുട്ടിയിടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടോ? ആ, കേട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. എവിടെ നിങ്ങൾ കേട്ടിട്ടുണ്ട്? നിങ്ങളല്ലേ നിങ്ങളുടെ വായ കൊണ്ട് പറഞ്ഞത്. നിങ്ങളെന്താ മറന്നുപോയോ? അതായത് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ ആ പാത്രങ്ങളുടെ കുട്ടികൾ നിങ്ങൾ വാങ്ങിച്ചിട്ട് പോയതല്ലേ? പിന്നെ 2ാമത്തെ പ്രാവശ്യം പാത്രങ്ങൾ വാങ്ങാൻ വന്നപ്പോൾ നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങളുടെ പാത്രങ്ങൾ കുട്ടികളിടാൻ പോവാണെന്ന്? അത് വളരെ ശ്രദ്ധയോടെ നോക്കണമെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു. മിണ്ടാതിരിക്കേ. നീ വെറുതെ വെറും പിച്ചും പേയും പറയല്ലേ. എന്റെ പാത്രങ്ങൾ മര്യാദയ്ക്ക് നീ തിരിച്ചു തന്നേക്ക്. എന്താ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത്? അതൊക്കെ മരിച്ചു പോയല്ലോ. എന്നെ കൊണ്ട് എങ്ങനെ തിരിച്ചു തരാൻ പറ്റുക? എന്റെ കൂടെ ഇപ്പൊ തന്നെ നീ വന്നേക്ക്. ഇതിനുള്ള തീരുമാനമൊക്കെ മഹാരാജാവ് എടുത്തോളും. ഞാൻ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല മന്ത്രി. വരൂ. ഞാൻ എപ്പോഴെങ്കിലും വരാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ തന്നെ ഇതിനുള്ള തീരുമാനം നമുക്ക് എടുത്തേക്കാം. പിന്നെ എല്ലാം വളരെ വലിയ ബഹളമായി മാറി. അങ്ങനെ വിഷയം മഹാരാജാവിന്റെ പക്കലേക്ക് എത്തി. 2 പേരെയും മഹാരാജാവ് വിളിപ്പിച്ചു. 2 സൈനികർ മഹാരാജാവിന്റെ സമീപത്ത് നിൽപ്പുണ്ടായിരുന്നു. രാജാവ് തന്റെ ഇരിപ്പിടത്തിൽ ഇരിക്കുകയായിരുന്നു. മഹാരാജാവ് ഉള്ളാലെ ചിരിക്കുകയായിരുന്നു. കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു മന്ത്രി ഇതിൽ കളിക്കുകയാണെന്ന്. പറയൂ, അങ്ങനെ നിങ്ങൾ 2 പേർക്ക് എന്താണ് പ്രശ്നം? എന്തിനാ നിങ്ങൾ ഇത്രയും ദൂരം വന്നിരിക്കുന്നത്? മഹാരാജാവേ, ഞാൻ കുറച്ച് ദിവസം മുമ്പാണ് ഇയാൾക്ക് കുറച്ച് പാത്രങ്ങൾ തന്നത്. മന്ത്രി അയാളുടെ വീട്ടിൽ വിരുന്ന് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇദ്ദേഹം പാത്രം വാങ്ങിച്ചിട്ട് പോയി. പക്ഷെ അത് തിരിച്ചു തരണം എന്നുള്ള ഒരു രുചിയും അയാൾക്ക് ഇല്ലായിരുന്നു. അങ്ങനെയാണോ? ഇപ്പൊ നീ എന്താണ് പറയാൻ പോകുന്നത് വിഭൂഷൺ? മഹാരാജാവേ, ഞാൻ ഇദ്ദേഹത്തിനടുത്ത് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, കുട്ടികൾ ജനിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ പാത്രം മരിച്ചുപോയി. അത് എങ്ങനെ എനിക്ക് തിരിച്ചു തരാൻ പറ്റും? ഞാൻ പറയുന്നത് ഒന്നും ഇദ്ദേഹം കേൾക്കുന്നുമില്ല. അയാൾ പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എനിക്ക് എന്താ തോന്നുന്നു വെച്ചാൽ, ഇയാൾക്ക് ഇയാളുടെ പാത്രങ്ങളുടെ മേലെ തീരെ ഇഷ്ടമില്ലെന്നാ തോന്നുന്നത്.
ചേടാ, നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്നത്? കുട്ടികളൊക്കെ മനുഷ്യന്മാർക്ക് മാത്രമേ ജനിക്കുള്ളൂ. ഈ പാത്രങ്ങൾക്കൊക്കെ എങ്ങനെ ജനിക്കും? പാത്രങ്ങൾ കൊണ്ട് കുട്ടികളെ ജനിക്കാത്തപ്പോൾ അത് എപ്പോഴാണ് കുട്ടികളുടെ മുമ്പ് മരിച്ചു പോകുന്നത്? നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇപ്പൊ കുറച്ച് ദിവസം മുമ്പ് ഞാൻ പാത്രങ്ങൾ തരുമ്പോൾ അതിന്റെ കുട്ടികൾ നിങ്ങൾക്ക് തന്നതല്ലേ? അപ്പോഴും നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കാതെ നിങ്ങൾ അത് എടുത്തിട്ട് പോയി. പിന്നെ നിങ്ങൾ വീണ്ടും ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നു, അതായത് നിങ്ങളുടെ പാത്രങ്ങൾ കുട്ടിയിടുന്ന പാത്രങ്ങളാണെന്ന്. അത് നിങ്ങൾ ഭദ്രമായിട്ട് നോക്കണമെന്ന് പറഞ്ഞു. പലിശക്കാരരെ, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നിങ്ങൾ എന്താണ് പറയുന്നത്? പാത്രങ്ങൾ കുട്ടികളിടലെന്ന് പറയുന്നു. പിന്നെ അത് എങ്ങനെയാണ് മരിച്ചു പോകുന്നത് ചോദിക്കുന്നു. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ മന്ത്രിയുടെ ഈ പാത്രങ്ങളൊക്കെ വാങ്ങിച്ചത്? അത് പിന്നെ ഞാൻ വന്നിട്ട് അത് മാത്രമല്ല, ഞാൻ ഇന്നൊരു കാര്യം കേട്ടിട്ടുണ്ട്. നിങ്ങൾ മക്കളുടെ അടുത്ത് അധിക പലിശ വാങ്ങുന്നുണ്ടെന്ന് കേട്ടല്ലോ. പിന്നെ ഒരു ന്യായമുണ്ട്, രാജ്യത്തിന് ഒരു പലിശ കൊടുക്കണമെന്ന്. നിങ്ങൾ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ആവശ്യങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുകയാണ്. എന്നോട് ക്ഷമിക്കും മഹാരാജാവേ. മാപ്പല്ല, ശിക്ഷയാണ് കിട്ടാൻ പോകുന്നത്. ഈ പലിശക്കാരനെ 1 മാസം നിങ്ങൾ തടവിൽ വെച്ചോളണം. മംഗ്രു താൻ കുഴിച്ച കുഴിയിൽ തന്നെ വീണുപോയി. വിഭൂഷൺ മംഗ്രുവിനെ എന്തു പാഠം പഠിപ്പിച്ചുവെന്നോ? അതായത് മംഗ്രുവിന് ജീവിതത്തിൽ ആരെയും തന്നെ പറ്റിക്കില്ല. വളരെ നല്ല ആലോചനയാണ് വിഭൂഷൺ. നിങ്ങൾക്ക് വളരെ നന്ദിയുണ്ട് മഹാരാജാവേ.